ലോകത്തുള്ള ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് മുത്തു പറഞ്ഞാലേ കൊച്ചമ്മ കേൾക്കുള്ളൂ. അല്ല വേറെ കാര്യം, ഈ പാർട്ടിയിലോട്ട് വരാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? ഇതെന്ത് ചോദ്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അടിസ്ഥാന യോഗ്യതയൊന്നും വേണ്ട. നമ്മൾ ആരുടെയെങ്കിലും കൂടെ മണിയടിച്ച് നിൽക്കണം. മണിയടിച്ച് നിന്ന് അവനെ ചവിട്ടി അവന്റെ ഏകദേശം ഒരു പരുവാകുമ്പോൾ നമ്മൾ ഏകദേശമുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് അപ്പൊ നമ്മൾ ഈ ലെവലിലെത്തും. അപ്പൊ നമ്മളെ കൊണ്ടുവന്ന ആള് ഈ ലെവലിൽ നിൽക്കുമ്പോ ഒന്നും നോക്കരുത്, നേരെ അങ്ങനെ തലക്കടിച്ച് താഴെ ഇരുത്തണം. എന്നിട്ട് തലയെ ചവിട്ടി അങ്ങനെ രക്ഷപ്പെട്ടോളാം. അത്രേ ഉള്ളൂ. കൊച്ചമ്മ പാർട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന വാക്കുകളൊക്കെ പഴയ ചാക്കായിട്ട് മാറരുത്. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യരുത്. അല്ല, അങ്ങനെ ചെയ്യരുതെന്നാണ് പാർട്ടിയുടെ തീരുമാനം. നേതാവേ, എന്തെങ്കിലും വാക്കുവല്ലം കൊടുത്തിട്ടുണ്ടോ? എന്ത് വാക്ക് കൊടുക്കാനാ? അല്ല, സുഹാസിനി മേഡം നമ്മുടെ പാർട്ടിയിലേക്ക് വരുമ്പോ അർഹതപ്പെട്ട സ്ഥാനം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പൊ തന്നെ ഞാൻ ഡൽഹിയിൽ വിളിച്ച് എന്റെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം. വിശ്വാസമായി. ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ MLA സ്ഥാനമല്ലോ എടുത്ത് കൊടുക്കുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യൂ? നീ ഞങ്ങളുടെ പാർട്ടിയുടെ പായും പുലിയല്ലേ? ഇതാരാ? അല്ല, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ധാരണയിലെത്തിയെങ്കിലേ ഈ പുലിക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് വന്നാട്ടെ. അങ്ങോട്ട് കയറിയാ വളവ് തിരിഞ്ഞാൽ അതുവഴി അങ്ങനെ ചെന്ന് കയറിയാ. അതെ അമ്മ, അമ്മ ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത്, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നല്ല സാരിയൊക്കെ എടുത്തിരിക്കണം. ആദ്യം തന്നെ ഒരു ഇംപ്രഷനൊക്കെ തോന്നട്ടെ അവർക്ക്. അവിടുന്ന് ഈ സാരിക്ക് എന്തുവാ കുഴപ്പം? അല്ല, കുഴപ്പമില്ല. ഒരു പെണ്ണാണെന്ന് വരുമല്ലോ. അതെ അമ്മ, പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട. അമ്മ യെസ് തന്നെ പറയണം. അമ്മ യെസ് പറഞ്ഞ പിന്നെ ഈ കുടുംബത്തിലെ ഒരു മന്ത്രി. അടുത്ത ഒരു 5 വർഷക്കാലം അമ്മ അധികാരത്തിന്റെ ഏതെങ്കിലും ഒരു മൂല കയറണുണ്ടെങ്കിലാ ഒരു 5 തലമുറയ്ക്ക് പിന്നെ ജോലിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, വേണ്ട, സുഖിച്ചങ്ങ് തിരിപ്പിക്കാം. വരുമോ? അവൻ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഇനി അവരുടെ പ്ലാൻ വല്ലതും മാറിക്കാണോ? നീ മുത്തോടെ വിളി. അണ്ണ എവിടെ എത്തി? ഗേറ്റിന്റെ അവിടെ എത്തി. അപ്പോഴേ ഒരു കാര്യം ചെയ്യും, ഇനി രണ്ടുപേരും പോയി നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യപ്പോ ഓക്കോ. അല്ല, ഞങ്ങള് വേണ്ട ഇവിടെ. എടാ, എല്ലാരും കൂടെ എന്തിനായി നിൽക്കുന്നത്? അവര് വന്ന് അവരുടെ കാര്യങ്ങൾ പറയട്ടെ. ഞാൻ എന്റെ തീരുമാനങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞോളാം. ചേടാ, ചെല്ല്. അയ്യോ, എന്താ വേണ? എവിടെ? വേഗം വാ. വരണം. ഇരുന്നാട്ടെ. നമസ്കാരം. ഇരുന്നാട്ടെ. സമയമില്ല, ഒട്ടും സമയമില്ല. എങ്കിലും സുഹാസിനി ചേച്ചി ഞങ്ങളുടെ പാർട്ടിയിലേക്കുള്ള എൻട്രി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് വരണമെന്ന് കേന്ദ്രം വിളിച്ചു പറഞ്ഞു. കേന്ദ്രം വിളിച്ചു പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അല്ല, മുത്തു പറഞ്ഞതിന്റെ അടുത്ത് രണ്ടുപേരും നിന്ന് തിരിയാൻ സമയമില്ലാതെ ജനങ്ങളെ സേവിക്കുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.